എനിക്ക് 4-ാം തീയതിയാണ്, അതായത് ഇപ്പൊ 2-ാം തീയതി ഡേറ്റ് വെച്ചുള്ള കത്ത് ഇവിടെ എനിക്കിപ്പോ കിട്ടിയത്. ഇവിടെ പോസ്റ്റ് ഓഫീസ് വന്നേക്കുന്നത് 4-ാം തീയതിയാണ്, എടപ്പള്ളി പോസ്റ്റ് ഓഫീസിൽ എന്ന് പറയുന്ന 8-ാം തീയതി ജഡ്ജ്മെന്റ്, 4-ാം തീയതി ഇതിന്റെ വിവരം വെളി പോവുക എന്ന് പറയുമ്പോ അത് വളരെയധികം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ജഡ്ജ്മെന്റ് അത് ആ കൺവിക്ഷന്റെ കാര്യം വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പലരും നാല് പ്രതികളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ സ്പെക്കുലേഷൻ നടത്തുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇതിനകത്ത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൺവിക്ട് ചെയ്യുമെന്നും ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിടും, ഇന്നാരെ വെറുതെ വിടും എന്നും ആണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ആ ജഡ്ജ്മെന്റ് വന്നപ്പോഴാണ് ഞാനത് ഞെട്ടിപ്പോയത്. കാരണം ഇത് ഒരേ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ചുമ്മാ ഒരു സ്പെക്കുലേഷനിൽ ഒരാൾ സ്പെക്കുലേറ്റ് ചെയ്ത് എഴുതിയായിട്ട് അത് കണ്ടാ തോന്നുന്നില്ല. കാരണം ഇത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അതുപോലുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതിലെ വിവരങ്ങളും ഒക്കെ അതിനകത്തെല്ലാം കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പേജേ ഉള്ളൂ, പക്ഷെ സംഭവം ഇതാണ് എഴുതിയേക്കുന്നത്. കമാൽ പാഷ സാർ, ഇതിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധന ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്കാണ്, DGPക്കാണ്. അങ്ങനെയാണോ അതിന്റെ പ്രൊസീജിയർ? അതല്ല കോടതി മുഖാന്തരം ഈ വിഷയം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? കോടതി മുഖാന്തരവും കൊണ്ടുപോകുന്നതാണ്. യഥാർത്ഥത്തിൽ കോടതി തന്നെ ഒരു അന്വേഷണം നടത്തിക്കേണ്ടതാണ് എന്റെ അഭിപ്രായത്തിൽ. അത് ഹൈക്കോടതി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ് അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ചെയ്യട്ടെ, നല്ലതാണ്. എന്തായാലും അന്വേഷണം ആരായാലും XOR ഇത് അന്വേഷണം വേണം. ഇതിന്റെ കാര്യം പുറത്തോട്ട് കൊണ്ടുവരണം. ഇതെങ്ങനെ പോയി എന്നുള്ള വിവരം അറിയണം. ഞാൻ പറഞ്ഞില്ലേ ഗോപീഷ്, ഇതൊരിക്കലും നമുക്കൊരു ആക്സിഡന്റിലായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷനിൽ മാത്രം എഴുതിയതായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ല. കാരണം ഇത് അത്ര കറക്റ്റായിട്ടായി വിവരം എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ജഡ്ജി ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ കമാൽ പാഷ സാർ സംശയിക്കുന്നത് ഈ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ അപ്പാടെ ചോർന്നു പോയിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഒരാൾക്ക് എഴുതാൻ കഴിയില്ല, എഴുതാൻ പറ്റത്തില്ല, ഉറപ്പാണ്. പക്ഷെ അത് കണ്ടിട്ട് ഊഹാപോഹമായിട്ട് തോന്നുന്നില്ല. അല്ല, എത്രയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കത് തോന്നുന്നില്ല. കാരണം അത് ഒരു വെറും സ്പെക്കുലേറ്റ് ചെയ്ത് എഴുതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനി എങ്ങനെ അത് വെളിയിലായി എന്നുള്ളതിനെ കുറിച്ച് നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. ഒരൊറ്റ കാര്യം കൂടി കമാൽ പാഷ സാർ, മറ്റ് 32 പേർ ഏത് സമൂഹത്തിന്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് താങ്കൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ടോ? അതായത് അഭിഭാഷകർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ, നിയമജ്ഞർ, ആ വിഭാഗത്തിൽപ്പെടുന്നവരാണോ അതോ രാഷ്ട്രീയക്കാരൊക്കെ ഉൾപ്പെടുന്നവരാണോ? അറിയുമോ? രാഷ്ട്രീയക്കാർക്കൊന്നും അല്ല, എല്ലാം ജഡ്ജിമാരാണ്. കാര്യം പറയാമല്ലോ, പറയാതിരിക്കുന്ന അർത്ഥമില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജഡ്ജിമാരാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതെ, ഗൗരവമുള്ള വിഷയം.